നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കേരളം കണ്ട ഏറ്റവും കൊടിയ അഴിമതി കേസിലെ പ്രതിക്ക് സംരക്ഷണമൊരുക്കി പിണറായി സർക്കാർ. കേരളത്തിലെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സ്ഥാപനമായ KTDFCയിലെ അഴിമതി കേസിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന മുൻ MD രാജശ്രീ അജിത്തിനെ കുറ്റവിമുക്തയാക്കിയിരിക്കുന്നു കേരള സർക്കാർ. അഴിമതി കേസുകളിൽ വിജിലൻസ് കണ്ടെത്തിയ കാരണങ്ങളൊന്നും തന്നെ ആ വ്യക്തിക്കെതിരെയുള്ള തെളിവുകളല്ലെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ കണ്ടെത്തൽ. KTDFCയുടെ മുൻ MD ആയ B അശോകാണ് മെഴുകി വെളുപ്പിച്ചുകൊണ്ട് MD രാജശ്രീ അജിത്തിന് അനുകൂലമായ റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് രാജശ്രീ അജിത്തിനെതിരെയുള്ള എല്ലാ ഡിസിപ്ലിനറി നടപടികളും, എല്ലാ അച്ചടക്ക നടപടികളും അവസാനിപ്പിക്കാനും കേസിൽ നിന്നും പൂർണ്ണമായും കുറ്റവിമുക്തയാക്കിക്കൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയത്. അഴിമതിക്ക് കുടപിടിക്കുന്ന ഒരു സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. 2006 കാലഘട്ടത്തിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അഴിമതി കേസുകൾ കണ്ടെത്തിയത് കൊണ്ട് MD സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതാണ് രാജശ്രീ അജിത്തിനെ. എന്തായിരുന്നു അഴിമതികൾ? കോടിക്കണക്കിന് രൂപയുടെ വായ്പ എടുത്തു, തെളിവുകൾ കൊടുത്തില്ല, അതിന് ആവശ്യമായ രേഖകൾ ഹാജരാക്കിയില്ല, ആവശ്യമായ രേഖകൾ സർക്കാരിന് നൽകിയില്ല, KTDFCക്ക് നൽകിയില്ല. ഭർത്താവിൻ്റെ പേരിലുള്ള സ്പൈസസ് കമ്പനിക്ക് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത മറ്റു ബാങ്കുകളിലുണ്ടായിരുന്നു. ആ ബാധ്യതകളെല്ലാം KTDFCയെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് KTDFC ആ ബാധ്യത തീർത്തു. അതിനും ഒരു തരത്തിലുള്ള ഈടുകളും നൽകിയില്ല. KTDFCയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ഭവന വായ്പകൾ നൽകി. വേണ്ടപ്പെട്ടവർക്കും കൂട്ടുകാർക്കും സ്വന്തക്കാർക്കും ഇഷ്ടക്കണക്കിന് വായ്പ നൽകി. അതിനൊന്നും തന്നെ ഒരു തരത്തിലുള്ള ഈടും വാങ്ങിയില്ല. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തി. അതുമാത്രവുമല്ല, പർച്ചേസ് ബില്ലില്ലാതെ കോടിക്കണക്കിന് രൂപ പർച്ചേസ് ചെയ്തു. പിന്നീട് തട്ടിക്കൂട്ട് ബില്ലുണ്ടാക്കി വിജിലൻസ് കേസ് വന്ന ഘട്ടത്തിൽ. എന്തിനേറെ പറയുന്നു, KTDFCയുടെ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചതിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുണ്ടായിരുന്നു. എന്നിട്ടും ആ കേസിൽ നിന്നൊക്കെ രാജശ്രീ അജിത്ത് ഊരിപ്പോയിരിക്കുകയാണ്. KTDFCയുടെ MD ആയിരുന്നിരിക്കെ നടത്തിയ ഇത്രത്തോളം ഗുരുതരമായ ക്രമക്കേടുകളിൽ നിരവധി വിജിലൻസ് കേസുകളാണ് രാജശ്രീ അജിത്തിനെതിരെ അന്ന് രജിസ്റ്റർ ചെയ്തത്. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു വിജിലൻസിന്റെ അന്വേഷണം. ഓരോ അന്വേഷണങ്ങളിലും കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ കണ്ടെത്തി എന്നുള്ളതായിരുന്നു വാസ്തവം. എന്നാൽ പിന്നീട് സംഭവിച്ചത് എന്താണ്? രാജശ്രീ അജിത്തിനെതിരെയുള്ള അന്വേഷണങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടുകയായിരുന്നു. ഇത്രത്തോളം ക്രമക്കേടുള്ള വ്യക്തിയായിട്ടും ഇടതു സർക്കാരിൻ്റെ ഇഷ്ടത്തോഴയായിരുന്നു രാജശ്രീ അജിത്ത്. പല മന്ത്രിമാരുടെയും ഏറ്റവും അടുപ്പമുള്ളയാൾ. അങ്ങനെ KTDFCയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം കേരള ഓഡിയോ വിഷ്വൽ ആൻഡ് റിപ്രോഗ്രാഫിക് സെന്ററിൽ ജീവനക്കാരിയായി എത്തി, MD ആയി എത്തി. പിന്നാലെ ടൂറിസം വകുപ്പിന് കീഴിലുള്ള കിഡ്സിൽ MD ആയി എത്തി. അങ്ങനെ പ്രധാനപ്പെട്ട പല തസ്തികകളിലും ഇരുന്നു. ഒടുവിൽ ഇപ്പോൾ KTDFCയുടെ തലപ്പത്തേക്ക് തന്നെ മാസങ്ങൾക്ക് മുൻപ് അവരെ പ്രതിഷ്ഠിച്ചു. ചരിത്രത്തിൽ ഇങ്ങനൊരു നടപടി ഉണ്ടാകുമോ എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു സ്ഥാപനത്തിലിരുന്ന് അഴിമതി കേസിൽപ്പെട്ട് പുറത്തുപോയാൽ വർഷങ്ങൾക്ക് ശേഷം ആ അഴിമതി കേസ് നിലനിൽക്കെ ആ സ്ഥാപനത്തിൻ്റെ തലപ്പത്തേക്ക് വരിക. ആ തലപ്പത്തെത്തിയതിനു ശേഷം രാജശ്രീ ചെയ്തത് എന്തൊക്കെയാണ്? തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്ന കേസ് ഫയലുകൾ വിളിച്ചു വരുത്തുന്നു, അതിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തുന്നു. തനിക്കെതിരെ ആരോപണമുയർന്ന എല്ലാ കേസ് ഫയലുകളും അവർ വിളിച്ചു വരുത്തി, അതിൽ തിരുത്തലുകൾ വരുത്തി. അതിന് ഈ ആസ്ഥാന മന്ദിരത്തിലെ വേണ്ടപ്പെട്ട ചില ഉദ്യോഗസ്ഥരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. ഇതുമാത്രവുമല്ല, വിജിലൻസ് കേസിൽ പെട്ടതുകൊണ്ട് തന്നെ രാജശ്രീ അജിത്തിൻ്റെയും അവരോടൊപ്പം ഉണ്ടായിരുന്ന സിബന്ധിയായ മുൻ ജനറൽ മാനേജർ നിർമ്മല ദേവിയുടെയും ഒക്കെ ആനുകൂല്യങ്ങൾ സർക്കാർ തടഞ്ഞു വച്ചിരുന്നു. ആ ആനുകൂല്യങ്ങൾ വീണ്ടും നൽകുന്നതിനുള്ള ഫയലുകൾ ശരിയാക്കി. ആ ഫയലുകളിൽ ഒപ്പിടേണ്ടതാരാണ്? MD ആയ രാജശ്രീ അജിത്ത് തന്നെയാണ്. ആ ഫയലുകൾ ഒപ്പിട്ട് തൻ്റെ സുഹൃത്തുക്കളായ ഗതാഗത വകുപ്പിലെ ഉന്നതർക്ക് അയച്ചു. അവർ അവിടെ നിന്ന് അതിനുള്ള അനുമതി നൽകി. അങ്ങനെ 3-4 മാസത്തെ MD കാലയളവിനുള്ളിൽ തനിക്കെതിരെയുള്ള കേസുകൾ അട്ടിമറിച്ചു. തനിക്ക് ലഭിക്കേണ്ടിരുന്ന ആനുകൂല്യങ്ങളെല്ലാം ഒപ്പിച്ചെടുത്തു. ഒടുവിൽ ഈ മാസം 10-ാം തീയതിക്ക് മുൻപായി ഈ സ്ഥാപനത്തിൻ്റെ MD സ്ഥാനം രാജിവെച്ച് പടിയിറങ്ങുകയാണ് ഭവതി. ഇത്രത്തോളം കാര്യങ്ങൾ ഒപ്പിച്ചെടുക്കാൻ വേണ്ടി ഒരു വിവാദ MDക്ക് ഈ സർക്കാർ ചെയ്തു കൊടുത്ത സഹായം ആരും തന്നെ മറക്കാനിടയില്ല. ഇത്രത്തോളം ഉദാര മനസ്കരാണ്
പിണറായി സർക്കാരിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഒരു സാധാരണക്കാരിയായ പെൺകുട്ടി മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ അപേക്ഷ അയക്കുകയോ അല്ലെങ്കിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ എത്തിയില്ലെന്ന പേരിൽ സർക്കാർ ജോലി നിഷേധിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. ആ സംസ്ഥാനത്തിലാണ് ഇത്രത്തോളം വലിയ അഴിമതി കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരു വ്യക്തിക്ക് സംരക്ഷണ വലയമൊരുക്കാൻ സർക്കാർ ഒന്നടങ്കം പിന്നിൽ നിൽക്കുന്നത്. അഴിമതിക്ക് കുടപിടിച്ചൊരു സർക്കാർ, അതിൽ വലിയ വീമ്പ് പറയുന്ന ഒരു മന്ത്രിയുണ്ട്, ഗതാഗത മന്ത്രി. അഴിമതിയൊന്നും എൻ്റെ വകുപ്പിൽ നടക്കില്ല എന്ന്. ആ മന്ത്രിയുടെ മൂക്കിൻ തുമ്പിലാണ് ഇത്രത്തോളം കൊടിയ അഴിമതി നടന്നത്. എന്തായാലും ലജ്ജിക്കണം കേരള ജനത. ഇത്രത്തോളം വലിയ അഴിമതിക്ക് കുടപിടിച്ചുകൊണ്ട് ഒരു സർക്കാർ കൂട്ടുനിന്നു എന്നതിന്. ഈ അഴിമതി അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്രെഡിബിലിറ്റിയാണ് ഏതോ ഒരു IAS ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യുന്നത്. ഇത്രത്തോളം അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരുടെ വിശ്വാസ്യതയാണ് ഇപ്പോൾ പച്ചയ്ക്ക് ചോദ്യം ചെയ്യുന്നത്.